കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ വന്ദനം. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ വചനവുമായി ഒരുമിച്ച് സന്ധിക്കുവാൻ അവസരം ലഭിച്ചല്ലോ. ഇന്നലെ രാവിലത്തെ പ്രഭാതം കണ്ട പലരും ഇന്നത്തെ പ്രഭാതം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രമാത്രം ദുർബലമാണ് മനുഷ്യൻ്റെ ആയുസ്. വലിയ പ്രതീക്ഷയോടുകൂടെ നാം കിടക്കയിലേക്ക് പോകും, പക്ഷേ പ്രഭാതം കാണുമോ എന്ന് ഉറപ്പില്ല. വലിയ പ്രതീക്ഷയോടുകൂടെ പ്രഭാതത്തിൽ നാം വീട്ടിൽ നിന്നിറങ്ങും, പക്ഷേ തിരിച്ച് വീട്ടിലെത്തുമോ എന്ന് ഉറപ്പില്ല. ഇങ്ങനെ നിലനിൽപ്പില്ലാത്ത ഒരായുസിൻ്റെ ഉടമയാണ് നാം. ഇതിനിടയിൽ അല്പം കൂടെ പ്രതീക്ഷയോടുകൂടെ നമുക്ക് ദൈവത്തെ കാണുവാൻ, ദൈവവചനം കേൾക്കുവാൻ ഇങ്ങനൊരവസരം ദൈവം ദാനമായി തന്നല്ലോ. നിലനിൽപ്പില്ലാത്ത ഈ ആയുസിൽ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം നമുക്കൊരവസരം ദാനമായി തന്നിരിക്കുകയാണ്. സകല ജഡവും പുല്ല് പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവൻ എന്നേക്കും നിലനിൽക്കുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ കിട്ടുന്ന ഈ അവസരം വളരെ വിലപ്പെട്ടതാകുന്നു എന്ന് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കുവാൻ സന്തോഷത്തോടുകൂടെ താല്പര്യപ്പെടട്ടെ. ഇന്ന് നാം ധ്യാനിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന വാക്യം വിശുദ്ധ ബൈബിളിലെ യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 22-ാം വാക്യമാണ്. അതായത് ബൈബിളിൻ്റെ പഴയ നിയമമായ യെശയ്യാ പ്രവചനം പുസ്തകത്തിലെ 45-ാം അധ്യായത്തിലെ 22-ാമത്തെ വാക്യമാണ്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. ഒരിക്കൽ കൂടി ഞാൻ വചനം വായിക്കുന്നു. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി. തിരുവചനം ഞങ്ങളുടെ ഭാഷയിൽ ലഭിച്ചതിനായിട്ട് നന്ദി. തിരുവചനത്തിൻ്റെ പ്രസംഗം ഞങ്ങൾക്ക് ഇങ്ങനെ സൗജന്യമായി കിട്ടുന്നതിനായിട്ട് നന്ദി. വചനം ഗ്രഹിപ്പാനുള്ള കൃപയും ജ്ഞാനവും ഞങ്ങൾക്ക് തരണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മുടെ സ്വന്തം ഭാഷയിൽ ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. ഇന്ന് ലോകത്തിൽ ബൈബിൾ ലഭിക്കാത്ത ധാരാളം ഭാഷകളുണ്ട്. എന്നാൽ മലയാളക്കരയിൽ നമ്മുടെ സ്വന്തം ഭാഷയിൽ ദൈവവചനം ലഭിച്ചിട്ട് വർഷങ്ങളായി. നിങ്ങൾ ദൈവവചനം വായിച്ചിട്ടില്ലെങ്കിൽ ദയവായി ഇന്നു മുതൽ വായിക്കാൻ ആരംഭിക്കുക. എൻ്റെ ക്രിസ്തീയ സ്നേഹിതരോട് ഞാൻ തുറന്നൊന്ന് ചോദിച്ചോട്ടെ, ആരെങ്കിലും മരിക്കുമ്പോഴല്ലേ നാം ബൈബിൾ വായിക്കാറുള്ളൂ? പരിഹസിച്ചതാണെന്ന് തോന്നരുതേ. മിക്കവാറും ആളുകൾ മരണസമയത്ത് വായിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് ബൈബിളിനെ കണ്ടിട്ടുള്ളത്. എനിക്കൊരു സുഹൃത്തിനെ അറിയാം. അയാളുടെ ഭാര്യ ബൈബിൾ വായിക്കുന്നത് കേട്ടപ്പോൾ അയാൾ പേടിച്ചുപോയി. കാരണം മരണവീടാണെന്ന് ഓർത്തുപോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഒരു ദയനീയ പരാജയം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ വചനം മരിക്കുമ്പം വായിക്കാനുള്ളതല്ല, ജീവിക്കുമ്പം വായിക്കാനുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ വചനങ്ങളെ വായിച്ച് സത്യങ്ങളെ ഗ്രഹിച്ച് നിത്യജീവനെ പ്രാപിക്കുവാൻ, മരണത്തെ അതിജീവിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. രക്ഷിക്കപ്പെടുക, രക്ഷ പ്രാപിക്കുക എന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് ഒരു വചനമാണ് ഞാൻ വായിച്ചത്. ഈ വചനത്തിൽ നിന്നും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, ഏറ്റവും ലളിതമായൊരു പ്രവൃത്തി. ഇങ്ങനെ വായിക്കുന്നു, എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. ഏറ്റവും ലളിതമായൊരു കാര്യമേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. ദൈവത്തിങ്കിലേക്ക് തിരിയുക. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. ദൈവത്തിങ്കിലേക്ക് തിരിയുക. അവിടെ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ദൈവം ഒന്നും
വാങ്ങുന്നില്ല. ദാനങ്ങളോ കർമ്മങ്ങളോ യാഗങ്ങളോ ആവശ്യപ്പെടാത്തൊരു ദൈവം. നിങ്ങൾ എങ്കിലേക്ക് തിരുവീൻ എന്നേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. ടേൺ ടു ഗോഡ് എന്ന് പറയുന്ന വാക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ മാനസാന്തരം എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതെ, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. ഒരു ചെറിയ പ്രവൃത്തി മാത്രമേ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. അത് മനസ്സുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മാർക്കറ്റിൽ വില കൂടിയതെല്ലാം വില കുറച്ചാണ് കൊടുക്കുന്നതെന്ന് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്, മനുഷ്യൻ എപ്പോഴും വില കൂടുതലുള്ള സാധനങ്ങൾക്ക്, കിട്ടാനില്ലാത്ത സാധനങ്ങൾക്ക് വില കൂട്ടും. എന്നാൽ ദൈവത്തിൻ്റെ മാർക്കറ്റിൽ കിട്ടാനില്ലാത്ത സാധനങ്ങളും അമൂല്യ വസ്തുക്കളും വില കൂടിയ സാധനങ്ങളും എല്ലാം വിലക്കുറവിലാണ് കൊടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. വളരെ നിസ്സാര ഉദാഹരണം പറയാം. ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുവാൻ ഓക്സിജൻ ആവശ്യമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസമോ മെഡിക്കൽ സയൻസോ പഠിച്ചിട്ടില്ലാത്ത ആളുകളും രാവിലെയും രാത്രിയും എല്ലാം ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ശ്വാസം എടുക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാതെ വരുമ്പോൾ നിങ്ങൾ ആശുപത്രിക്കാരെ സമീപിച്ചിട്ട് ഓക്സിജൻ വാങ്ങണം. അവരത് ഒരു കൃത്രിമ ശ്വാസോച്ഛ്വാസ പദ്ധതിയിലൂടെ മൂക്കിൽ പിടിപ്പിച്ചു തരും. പക്ഷേ അതിന് കാശ് കൊടുക്കണം. അങ്ങനെ കാശ് കൊടുത്ത് നിങ്ങൾ ശ്വാസം വലിക്കുകയാണെങ്കിൽ എത്ര വർഷം ജീവിക്കും? ഇന്ന് 50 വയസ്സുള്ള ഒരു മനുഷ്യൻ 50 കൊല്ലം ശ്വാസം വിലയ്ക്ക് വാങ്ങിയിരുന്നെങ്കിൽ അവൻ എത്ര കോടി രൂപ കൊടുക്കേണ്ടി വരുമായിരുന്നു? ദൈവത്തിൻ്റെ മാർക്കറ്റിൽ അമൂല്യ വസ്തുക്കൾക്ക് വിലക്കുറവാണ്. വില കൂടിയതെല്ലാം ദൈവം വെറുതെ തരികയാണ്. അതെ, ഓക്സിജൻ ദൈവം വെറുതെ തരുന്നു. ഇതൊരു സത്യം മാത്രമാണ്, മറക്കണ്ട. കുടിവെള്ളം വിലയ്ക്ക് വാങ്ങുന്ന ആളുകൾ ഇന്നുണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും ശുദ്ധജലം ദൈവം സൗജന്യമായിട്ടാണ് തരുന്നത്. തീവണ്ടിയിൽ ഇവിടെ നിന്ന് ഡൽഹിക്ക് പോകുമ്പോൾ 1 or 2 കുപ്പി വെള്ളവുമായിട്ട് ഞാൻ വണ്ടിയെ കയറാറുണ്ട്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ആ വെള്ളം തീരും. ഒരു കുപ്പി വെള്ളം മേടിക്കണേ 10 രൂപ. ആ ഒരു കുപ്പി വെള്ളം ഒരു ദിവസത്തേക്കില്ല. അടുത്ത ഒരു കുപ്പി വെള്ളത്തിന് വീണ്ടും 10 രൂപ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 45 വയസ്സ് വരെ ജീവിച്ച നിങ്ങൾ കുടിക്കാനും കുളിക്കാനും വെള്ളം വിലയ്ക്ക് വാങ്ങിയിരുന്നെങ്കിൽ നിങ്ങളുടെ ഭൂമി മുഴുവൻ വിറ്റാലും നിങ്ങൾക്ക് വെള്ളം വാങ്ങാൻ കഴിയില്ല. ഇവിടെ ഒരു സത്യം നാം അംഗീകരിക്കണം. ദൈവം മനുഷ്യരിൽ നിന്ന് വളരെ വില കൂടിയ സാധനങ്ങൾക്ക് വില വാങ്ങുന്നില്ല. അതെ, രക്ഷ സൗജന്യമായിട്ട് കൊടുക്കുന്ന ദൈവം ഇവിടെ പറയുന്നു, എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. മനുഷ്യനിൽ നിന്ന് ദൈവം വളരെ ചെറിയൊരു കാര്യമേ ചോദിക്കുന്നുള്ളൂ, നോക്കുക, എങ്കിലേക്ക് തിരിയുക. രണ്ടാമത്തെ ചിന്ത, എങ്കിലേക്ക് ഒരു ദിവ്യ വ്യക്തിത്വം. വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത, യേശുക്രിസ്തു നമ്മെ വഴി പഠിപ്പിക്കുകയായിരുന്നില്ല, അവൻ വഴി ആയിത്തീരുകയായിരുന്നു. അത് ചെയ്താൽ ഇത് കിട്ടുമെന്നോ അവിടെ പോയാൽ അത് കിട്ടുമെന്നോ എന്ന് യേശു പറഞ്ഞിട്ടില്ല. ഞാൻ വിവരിക്കാം. യേശു പറയുന്നതൊക്കെ അവനിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാം എന്ന് യേശു പറഞ്ഞില്ല. ഞാനാണ് വഴി എന്നാണ് യേശു പറഞ്ഞത്. അവിടെ ഒരു ദിവ്യ വ്യക്തിത്വത്തെ നിങ്ങൾക്ക് കാണാം. എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ എന്ന വാക്യത്തിനകത്ത് ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ആശ്രയിക്കാൻ കൊള്ളാവുന്ന, പിടിക്കാൻ കൊള്ളാവുന്ന, ചാരാൻ കൊള്ളാവുന്ന ഒരു ദിവ്യ പുരുഷൻ ആ വാക്കിൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. അതെ, സകല ഭൂവസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. അതെ, കർത്താവായ യേശു അല്ലാതെ വേറെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി.
ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. യേശു മറ്റൊരു സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശു മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. യേശു വീണ്ടും ഇങ്ങനെ പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ഇവിടെയെല്ലാം ഒരു വ്യക്തിത്വത്തെയാണ് നിങ്ങൾ പുറകിൽ കാണുന്നത്, ഒരു മതമല്ല. ഒരു വ്യക്തിയെയാണ് ഇതിന്റെ പുറകിൽ കാണുന്നത്. സാധു സുന്ദർ സിംഗിനെ കുറിച്ച് ഇന്ത്യയിലെ ആളുകൾക്കറിയാം. അദ്ദേഹം യേശുക്രിസ്തുവിനെ അറിഞ്ഞ് ബൈബിൾ സത്യങ്ങൾ വിശ്വസിച്ച് ഒരു ക്രിസ്തു ശിഷ്യനായി തീർന്നപ്പോൾ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ ധാരാളം ആളുകൾ മുന്നോട്ട് വന്നു. വിവിധ പ്രലോഭനങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവച്ചു. വളരെ സ്വത്തുക്കൾ അദ്ദേഹത്തിന് കൊടുക്കാൻ ആളുകൾ തയ്യാറായി, ഈ മാർഗം ഉപേക്ഷിച്ച് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും സാധു സുന്ദർ സിംഗിനെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല. ഒടുവിൽ വളരെ തത്വചിന്തകനും മതപണ്ഡിതനും ആശയഗംഭീരമുള്ളവനായൊരു മനുഷ്യൻ വന്ന് സാധുവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. സാധുവിനോട് ചോദിച്ചു, സുന്ദർസ്, ഇത്ര കാലം നാം പഠിച്ചതും നാം കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായ മതങ്ങളിലും മതഗ്രന്ഥങ്ങളിലും ഇല്ലാത്ത എന്താണ് നിങ്ങൾ ക്രിസ്തു മതത്തിൽ കണ്ടത്? സാധു സുന്ദർ സിംഗ് ഒട്ടും മടിച്ചില്ല. അത് കർത്താവായ യേശു ക്രിസ്തു. അദ്ദേഹം വീണ്ടും തുടർന്നു, അതല്ല ഞാൻ ചോദിച്ചത്. നമ്മുടെ മതങ്ങളിലും നമ്മുടെ മതഗ്രന്ഥത്തിലും കിട്ടാത്ത ഏതെങ്കിലും ഒരു പുതിയ ആശയം നിനക്ക് ഇവിടുന്ന് കിട്ടിയോ? അതാണ് കർത്താവായ യേശു ക്രിസ്തു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഞാൻ അതല്ല അർത്ഥമാക്കിയത്. നീ എന്ത് കണ്ടിട്ടാ ഇതിലേക്ക് പോയത്? ഞാൻ കണ്ടത് കർത്താവായ യേശു ക്രിസ്തു. അതേ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത്. ഇതൊരു മതമല്ല, ഇതൊരു വ്യക്തിയാണ്. യേശു ക്രിസ്തുവിനെ അറിയുക, അനുഭവിക്കുക, യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുക, യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിക്കുക, ഇതൊക്കെയാണ് ക്രിസ്തീയ ജീവിതം. ഇതൊരു മതമല്ല, ഇതൊരു അനുഭവമാണ്. ഈ വാക്യത്തിലെ മൂന്നാമത്തെ ചിന്ത ഒരു ദിവ്യമായ പ്രതീക്ഷ, അതായത് രക്ഷ പ്രാപിക്കാം എന്ന പ്രതീക്ഷ, ഒരു വലിയ ഉറപ്പ്. എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക എന്ന് ബൈബിൾ പറയുന്നത് ഒരു വലിയ വിഷയത്തിലേക്കാണ്. സകല മനുഷ്യരും പാപത്തിൻ്റെ ഫലമായ ശിക്ഷയിലകപ്പെട്ടിരിക്കുന്നു. ഈ ശിക്ഷയിൽ നിന്ന് ഉദ്ധാരണം പ്രാപിക്കുന്ന അനുഭവത്തിനാണ് രക്ഷിക്കപ്പെടുക എന്ന അനുഭവം. നാം ഇവിടെ വായിച്ച വചനത്തിൽ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ മറവിൽ ഒരു വലിയ പ്രതീക്ഷ നമുക്ക് നൽകുകയാണ്. എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. യേശുക്രിസ്തുവിലേക്ക് തിരിയുന്നതോടുകൂടെ അവന് കിട്ടുന്നത് ഒരു മതമല്ല, നിത്യരക്ഷയാണ്. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എന്നേക്കുമായൊരു ഉദ്ധാരണം, രക്ഷ, വിടുതലാണ് യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. അതെ, അതൊരു വലിയ പ്രതീക്ഷയാണ്. യേശു കർത്താവിനെ പരിചയപ്പെടുന്നതോടുകൂടെ പ്രതീക്ഷകളുടെ പൂട്ട് തുറക്കുകയാണ്. മനുഷ്യരെല്ലാം ഒരർത്ഥത്തിൽ നിരാശയിലാണ്. ഈ ഭൂമിയിൽ എന്ത് സമ്പാദിച്ചാലും ഒടുവിൽ എന്താ? ഒടുവിൽ മരണം. ഇതിനപ്പുറത്തെന്താ? ഒന്നും അറിഞ്ഞുകൂടാ. ആരെങ്കിലും എന്തെങ്കിലും ഉറപ്പ് പറയുന്നുണ്ടോ? ഇല്ല, ഒന്നും ആർക്കും പറയാനില്ല. എന്നാൽ ക്രിസ്തുവിൽ പ്രതീക്ഷകൾ തീരുന്നില്ല. അന്തമില്ലാത്ത പ്രതീക്ഷയാണ് യേശു ക്രിസ്തു നമുക്ക് തരുന്നത്. യേശു ക്രിസ്തു
ലാസർ എന്ന തൻ്റെ സ്നേഹിതന്റെ വീട്ടിൽ ചെന്നു. അവരുമായി പരിചയത്തിലായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരു വാർത്ത കേട്ടു, ലാസർ എന്ന തൻ്റെ സുഹൃത്ത് മരിച്ചുപോയി എന്ന്. ലാസർ മരിച്ചു കഴിഞ്ഞു. യേശു ഓടിയെത്താൻ സാധിച്ചില്ല. ലാസറിന്റെ ശവടക്കം കഴിഞ്ഞ് യേശു ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരിമാരെല്ലാം വളരെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശു അവരോട് പറഞ്ഞ വാക്ക് അസാധാരണമായ വാക്കാണ്. ഓ, കരയണ്ട, സാരയില്ല, മനുഷ്യനല്ലേ, മരിക്കും, എല്ലാവരും മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. ഇതാണ് ഭൂമിയിൽ ഏതൊരു മനുഷ്യനും പറയാനുള്ളൂ. എന്നാൽ യേശു പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല. യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതെന്തൊരു വാക്കാണ്! ലോകത്തിൽ ഒരു മതഗുരുവും പറയാത്ത വാക്ക്, ഇനി ആർക്കും പറയാൻ കഴിയാത്ത വാക്ക്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവരെല്ലാം അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ യേശു അടുത്ത വാക്ക് പറയാണ്, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. അതെ, ക്രിസ്തു പ്രതീക്ഷകളുടെ പുരുഷനാണ്. ലോകത്തിലെ സകല ചിന്തകളും മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ ക്രിസ്തു പ്രതീക്ഷകളുടെ പൂട്ട് തുറക്കുകയാണ്. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ എന്ന വാക്ക് വലിയ പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്. അന്തം കുറിക്കാത്ത, അവസാനിക്കാത്ത, പരാജയത്തിന്റെ പടുകുഴിയിൽ ചെന്ന് തലകുത്താതെ നിത്യതയിലേക്ക് കണ്ണു തുറക്കുന്ന ഒരു പ്രതീക്ഷ യേശു ക്രിസ്തു നമുക്ക് തരുന്നു. യേശു ക്രിസ്തു മാത്രം നമുക്ക് തരുന്നു. നാലാമത്തെ കാര്യം, ഒരു സർവലൗകിക ക്ഷണം. വാക്യം ഞാൻ വായിക്കാം. സകല ഭൂസീമാവാസികളുമായുള്ളവരെ. അതായത് മതങ്ങളൊക്കെ ഓരോരോ പ്രദേശത്തിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ വിളംബരങ്ങൾ ഒരു പ്രദേശത്തിന് വേണ്ടിയുള്ളതല്ല, സകല ഭൂസീമാവാസികൾക്കുമുള്ളതാണ്. അതായത് മനുഷ്യൻ എവിടെയുണ്ടോ അവിടെയെല്ലാം സുവിശേഷം എത്തുന്നു. എവിടെയെല്ലാം മനുഷ്യജീവികളുണ്ടോ അവരോടെല്ലാം ദൈവത്തിന് സംഭാഷണം ഉണ്ട്. ദൈവം സംസാരിക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും വിളിക്കുകയാണ്. വേദപുസ്തകത്തിലെ അനൗൺസ്മെന്റ്, ആഹ്വാനം ആർക്കുള്ളതാണ് എന്ന് ഈ വാക്യം പറയുന്നു. അത് ധനവാനുള്ളതല്ല, ദരിദ്രനുള്ളതല്ല, സ്ത്രീക്കുള്ളതല്ല, പുരുഷനുള്ളതല്ല, ഏതെങ്കിലും മതക്കാരനുള്ളതല്ല. വാക്യം ശ്രദ്ധിക്കൂ. സകല ഭൂസീമാവാസികളുമായുള്ളവരെ. അതായത് ലോകം മുഴുവനുമുള്ള നാനാജാതി മതസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരാഹ്വാനമാണ് ഈ വാക്യത്തിലുള്ളത്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ. അതെ, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി ഒരു ആഹ്വാനമാണ് രക്ഷയ്ക്ക് വേണ്ടി ബൈബിൾ നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം നമ്മളെ ബാധിക്കും. നമുക്ക് വേണ്ടിയുള്ളതാണ്. ലോകം മുഴുവനും ഈ വചനം എത്തുന്നുണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ ആരെങ്കിലും പ്രസംഗിച്ചിട്ട് ലോകം മുഴുവനും ഈ ശബ്ദം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ അടുക്കലും ഈ വചനം എത്തുകയാണ്. കാരണം ബൈബിളിൻ്റെ വിളംബരങ്ങൾ സാർവലൗകികമാണ്. യഹൂദനെന്നോ യവനനെന്നോ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ തരംതിരിക്കാതെ മനുഷ്യനെ മതത്തിൻ്റെ അതിരിട്ട് പലതാക്കി തിരിച്ചിട്ടിരിക്കുന്ന ലോകത്തിൽ വേദപുസ്തകത്തിൻ്റെ അനൗൺസ്മെന്റ് നേരെ തിരിച്ചാണ്. സകല ഭൂസീമാവാസികളുമായുള്ളവരെ. നാലാമത്തെ കാര്യം, സാർവലൗകികമായ ഒരു വിളംബരം. അഞ്ചാമത്തെ കാര്യം, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ലല്ലോ, ഏകരക്ഷകൻ. ഇവിടെ സാധാരണക്കാർക്ക് അല്പം അസ്വസ്ഥത തോന്നും. യേശുക്രിസ്തു മാത്രം രക്ഷകൻ എന്ന ചിന്ത പെട്ടെന്ന് നമുക്കൊരു അസ്വസ്ഥത തോന്നും. പക്ഷെ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഈ വചനത്തിനകത്തെ അഞ്ചാമത്തെ കാര്യം അതാണ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല. രക്ഷയ്ക്ക് വേണ്ടി പലവിധ മാർഗങ്ങളുണ്ടെന്ന്
പലരും പഠിപ്പിക്കുന്നു, പക്ഷേ ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തു പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഈ വചനങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. 5 കാര്യങ്ങൾ ഞാൻ ഈ വാക്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. 1, വളരെ ചെറിയൊരു പ്രവൃത്തി, ഒന്നും കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മല കയറണ്ട, ഒരു വഴിപാട് അർപ്പിക്കണ്ട, നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിയുക. 2, ഒരു ദിവ്യ പുരുഷൻ അതിൻ്റെ പുറകിലുണ്ട്, എങ്കിലേക്ക് തിരിയുവീനെന്നാണ് പറഞ്ഞത്. അവിടേക്ക് പോകുവാനോ അത് ചെയ്യുവാനോ ഇത് ചെയ്യുവാനോ അല്ല ഈ വചനം പറഞ്ഞത്. ഈ വചനം പറയുന്നതിൻ്റെ പുറകിൽ ഉത്തരവാദിത്വമുള്ള ഒരു പുരുഷനുണ്ട്, ഗ്യാരണ്ടീഡ് പേഴ്സൺ അതിൻ്റെ പുറകിലുണ്ട്. യേശു കർത്താവ് പറയുന്നു, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. 3-ാമത്തെ ചിന്ത, ഒരു ഉറപ്പ്, ഒരു വലിയ പ്രതീക്ഷ ഈ വചനം നമുക്ക് തരുന്നു. ആ പ്രതീക്ഷ രക്ഷയുടെ പ്രതീക്ഷയാണ്. 4-ാമത്തേത് ഒരു സാർവത്രിക ക്ഷണമാണ്, ഒരു സാർവലൗകിക വിളംബരമാണ്. ജാതി, മതം, വർണ്ണം, വർഗം, സമ്പത്ത്, ഇങ്ങനെ വിവിധ തട്ടുകളായി മനുഷ്യനെ തിരിച്ചിട്ടിരിക്കുന്ന ലോകത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എന്ന ഈ വിളംബരം സാർവത്രിക വിളംബരമാണ്. 5-ാമത്തേത് ഒടുവിലെത്തതുമായ ചിന്ത ഏകരക്ഷകൻ എന്ന ചിന്തയാണ്. മറ്റൊരു രക്ഷകനില്ല, യേശു മാത്രം രക്ഷകൻ. ഈ വചനത്തിൻ്റെ മുൻപിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാതെ സൗജന്യമായ രക്ഷ പ്രാപിപ്പാൻ യേശു എന്ന ഏകരക്ഷകനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ഈ സമയം ഉപയോഗിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയം അതിനായിട്ടൊരുക്കാം. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാം, രക്ഷിക്കപ്പെടാം. നമുക്കതിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? വചനത്തിൽ കേട്ടതുപോലെ ഒന്നും കൊടുക്കണ്ട, ദൈവത്തെങ്കിലേക്ക് തിരിയുക, പാപവഴികളെ ഉപേക്ഷിക്കുക. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ക്രൂശിൽ മരിച്ച യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. മറ്റൊരു രക്ഷകനുമില്ല, യേശു മാത്രം രക്ഷകനെന്ന് ഞങ്ങൾ കേട്ടല്ലോ. ഒരു ദാനവും ധർമ്മവും കൊടുക്കാതെ രക്ഷപ്പെടാൻ കഴിയുന്ന ഈ മാർഗത്തെ, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ഈ രക്ഷയെ സ്വീകരിപ്പാൻ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ നിശ്ചയമായിട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട എല്ലാവർക്കും വേണ്ടി യേശുവിൻ്റെ നാമത്തിനടിയൻ പ്രാർത്ഥിക്കുന്നു. സൗജന്യമായി ലഭിക്കുന്ന ഈ സർവലൗകിക ക്ഷണം സ്വീകരിച്ച് രക്ഷയുടെ ഉറപ്പ് പ്രാപിപ്പാൻ നിന്റെ ജനത്തെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി.